രക്ഷകൻ്റെ വഴിത്താരകളിലേക്ക് സ്വാഗതം. രക്ഷാകര ദൗത്യ നിർവഹണ പാതയിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര. ഗലീലിയിലെ കർത്താവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടം. ആദ്യ അത്ഭുതം നടന്ന സ്ഥലം കാന. ഗലീലി തടാകം. ആ തടാകത്തിൽ നിന്ന് നസറത്തിലേക്ക് പോകുന്ന വഴിയിൽ, നസറത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ താഴെയായി കേഫർ കന്ന. ഇതാണ് തീർത്ഥാടകർ ആഘോഷിക്കുന്ന കാന എന്ന ഗ്രാമം. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കല്യാണ വിരുന്ന് നടക്കുന്നു. മാതാവും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. കർത്താവും ശിഷ്യന്മാരും കല്യാണ വിരുന്നിന് പോകുന്നു. ഇവിടെ ഈ ഗ്രാമത്തിലേക്ക് കടക്കുന്നിടത്ത് തന്നെ ഒരു ഉറവയുണ്ട്. അതുകൊണ്ട് തന്നെ വീഞ്ഞുൽപാദനത്തിനുള്ള സാധ്യതയാണ് തെളിയുക. വണ്ടി നിർത്തിയിടത്ത് നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ആദ്യം ഗ്രീക്ക് കത്തോലിക്കരുടെ പള്ളി. അവിടെ 6 കൽഭരണികളാണ് അവർ സൂക്ഷിക്കുക. അത് കഴിഞ്ഞ് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ പള്ളി. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഈ കാനായിലെ കല്യാണ വിരുന്ന് ആഘോഷിക്കുന്ന കത്തോലിക്ക ദേവാലയത്തിൽ നമ്മളെത്തും. 1879 ഗൈസ്ലർ നിർമ്മിച്ച സാൽസ്ബുർഗ് കത്തീഡ്രലിൻ്റെ മാതൃകയിലുള്ള 2 മാലാഖമാരുടെ അകമ്പടിയോടെ നിൽക്കുന്ന കാനായിലെ ദേവാലയം. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സിനഗോഗ് പള്ളിയുടെ അടിത്തറ കാണാം. അതിന്മേൽ ഒരു അരമായിക് ഇൻസ്ക്രിപ്ഷനുണ്ട്. തൽഹൂമിലെ ജോസഫ് പ്രഭുവിൻ്റെ മക്കൾ ഈ ദേവാലയം നിർമ്മിക്കാനായിട്ട് സംഭാവന നൽകിയവർ, അവരെക്കുറിച്ചുള്ള അറിയിപ്പാണത്. ദേവാലയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ അൾത്താരയിൽ 6 കൽഭരണികൾ. 7ാമത്തെ കൽഭരണി നിറകുടം, അത് ക്രിസ്തുവാണ്. താഴോട്ട് ചെന്നാൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ പുറത്തേക്ക് എടുത്തു വച്ചിരിക്കുന്നത് അന്നത്തെ കൽഭരണിയുടെ ഒരു ഭരണിയാണ്. അതിനോട് ചേർന്ന് പാലിയോ ക്രിസ്ത്യൻ ടൂമ്പുകളുണ്ട്. വിശുദ്ധ സ്ഥലങ്ങളോട് ചേർത്ത് ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ഓർമ്മയാണ് അവിടെ നമ്മൾ സൂക്ഷിക്കുക. തിരിച്ചു വരുന്ന വഴിയിൽ റോമൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ, അതിനുശേഷമുള്ള സിനഗോഗ് പള്ളിയുടെ അവശിഷ്ടങ്ങൾ, അതിനു മുകളിൽ ബൈസൻ്റെയും കാലഘട്ടത്തിലെ പള്ളിയുടെ അവശിഷ്ടം, അതിൻ്റെ മുകളിലാണ് ഇന്നത്തെ ദേവാലയം നിൽക്കുക. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 2-3 അളവ് കൊള്ളുമായിരുന്നു. ഒരളവെന്ന് പറഞ്ഞാൽ 40 ലിറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 100 ലിറ്ററോളം വെള്ളം. അങ്ങനെ 6 കൽഭരണികൾ എന്ന് പറയുമ്പോൾ 600 ലിറ്റർ വീഞ്ഞ്. വീഞ്ഞിൻ്റെ സമൃദ്ധിയാണ്. ഏശയ്യാ പ്രവാചകൻ മെസ്സിയാനിക് ഏജിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന 2 അടയാളങ്ങളാണ് വിവാഹ വിരുന്നും വീഞ്ഞും. ഇവിടെ കർത്താവ് അവസാനത്തെ വീഞ്ഞ്, ഏറ്റവും പുതിയ വീഞ്ഞ് വിളമ്പുന്നതായിട്ട് അവതരിപ്പിക്കുന്നു. മിശിഹാനിക രാജ്യത്വത്തിൻ്റെ അടയാളമാണ് അവിടെ സൂചിപ്പിക്കുക. മാതാവിനോട് സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്ത്രീക്ക് കൊടുക്കുന്ന സങ്കല്പമാണ് അവിടെ അവതരിപ്പിക്കുക. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 12 അധ്യായങ്ങൾ അടയാളങ്ങളുടേതാണ്. ഇവിടെയും അത്ഭുതത്തെ അടയാളമെന്നാണ് യോഹന്നാൻ ചിത്രീകരിക്കുക. ഈ അടയാളങ്ങൾ, ഈ മണിക്കൂർ തീരുന്നത് കർത്താവിൻ്റെ കുരിശുമരണത്തിലാണ്. അതിൻ്റെ സൂചനയാണ് ആദ്യ അത്ഭുതത്തിൽ നൽകുക. കാനായുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ പരസ്യ ജീവിതം മുഴുവൻ ആഘോഷിക്കുമ്പോൾ കടന്നു ചെല്ലേണ്ട അടുത്ത സ്ഥലം അഷ്ടഭാഗ്യങ്ങളുടെ മലയാണ്. തിബരിയാസ് കടൽ തീരം എന്ന് പറഞ്ഞാൽ ഹെറോദ് അന്തിപ്പാസ് തിബരിയാസ് ചക്രവർത്തിക്ക് വേണ്ടി നിർമ്മിച്ച പട്ടണം. ഇവിടെയാണ് റബിമാർ, പഴയ നെക്രോപോളിസ്, 7 റബിമാർ 7 ദിവസം പൂജ ചെയ്ത് വിശുദ്ധീകരിച്ച നഗരം, തിബരിയാസ് സീസറിന് വേണ്ടി പണിത നഗരം. ഇത് ഇന്ന് ഇവിടെ ഇപ്പോഴും പത്രോസിൻ്റെ ദേവാലയമുണ്ട്. അവിടെ നിന്ന് കടന്നു ചെല്ലുമ്പോൾ മാഗ്ദല പട്ടണം, അത് കഴിഞ്ഞാൽ ഗിന്നോസെറത്ത്. അതുകൊണ്ടാണ് ഗനേസറത്ത് തടാകം എന്ന് വിളിക്കുന്നത്. അവിടെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു വഞ്ചിയുടെ അവശിഷ്ടമുണ്ട്. ഇതും കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഗിരിപ്രഭാഷണത്തിൻ്റെ മലഞ്ചെരിവ്, അതിൻ്റെ മുകളിൽ 1936-38 കാലഘട്ടത്തിൽ അന്റോണിയോ ബെർലുസി തീർത്ത ദേവാലയമുണ്ട്, അഷ്ടഭുജ ദേവാലയം. അതിൻ്റെ അടിയിൽ ദൈവിക പുണ്യങ്ങളും മൗലിക സുഹൃതങ്ങളും ഒരുമിച്ച് ചേർക്കുന്ന അകത്തളം,
അവിടെ നിന്ന് ജനലിലേക്ക് കടക്കുമ്പോൾ അഷ്ടഭാഗ്യങ്ങൾ, അവിടെ നിന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ പറുദീസായെ ചിത്രീകരിക്കുന്ന സുവർണ മൊസായിക്ക്. മനുഷ്യൻ്റെ ആത്മാവ് ഈ മൗലിക സുഹൃതങ്ങളും ദൈവിക പുണ്യങ്ങളും അഭ്യസിച്ചുകൊണ്ട് അഷ്ടഭാഗ്യങ്ങളിലൂടെ പറുദീസായിലേക്ക് എത്തിച്ചേരുന്നതാണ് ബെർലുച്ചി അവിടെ ചിത്രീകരിക്കുക. ഇന്ന് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ്, ഈജിപ്ഷ്യൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന അവരാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ. അഷ്ടഭാഗ്യങ്ങളുടെ മലയെ മത്തായി സുവിശേഷൻ അവതരിപ്പിക്കുക സീനായി മലയിൽ മോശ 10 കൽപ്പനകൾ നൽകിയതുപോലെ ഇവിടെ അഷ്ടഭാഗ്യങ്ങളുടെ മലയിൽ പുതിയ മോശ ക്രിസ്തു തൻ്റെ നയപ്രഖ്യാപനം നടത്തുന്നു, മാഗ്ന കാർട്ട അവതരിപ്പിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാർച്ച് 24 2000 ജൂബിലി വർഷത്തിൽ ഇവിടെ യുവജനങ്ങളെയും കൂട്ടി കുർബാന ചൊല്ലിയപ്പോൾ അവരോട് പറഞ്ഞത്, കർത്താവിൻ്റെ ഈ പുതിയ നിയമം അഷ്ടഭാഗ്യങ്ങളും മോശയുടെ 10 കൽപ്പനകളും ചേരുന്നതാണ് ക്രിസ്ത്യാനിയുടെ ജീവിത മാർഗരേഖ. ഇവിടെ ഈ മലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സ്വരം കേൾക്കുക. 21-ാം നൂറ്റാണ്ടിൻ്റെ മറ്റ് സ്വരങ്ങളിൽ നിന്ന് മാറി ക്രിസ്തുവിൻ്റെ സ്വരം വീണ്ടും ശ്രവിക്കാൻ, ഈ മാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. ഈ മലഞ്ചെരുവിൽ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുക താഴെ ഇരുന്ന് കേൾക്കുന്ന ജനങ്ങളുടെ വ്യൂ പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ സമതലത്തിലെ പ്രസംഗമായിട്ടാണ് ലൂക്ക അവതരിപ്പിക്കുക. ഈ അഷ്ടഭാഗ്യങ്ങളുടെ മലയിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറിയാൽ വടക്കോട്ട് ഗലീലി തടാകത്തിൽ നിന്ന് മുകളിലോട്ട് കയറുന്നു. ഈ അഷ്ടഭാഗ്യങ്ങളുടെ മല നിൽക്കുന്നത് സമുദ്രനിരപ്പിനും 24 മീറ്റർ താഴെയാണ്. അവിടെ നിന്നും 200 മീറ്റർ താഴെയാണ് ഗലീലി തടാകം നിൽക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഒരു ഗിരിശൃംഗത്തിലാണ് നിൽക്കുക എന്നോർക്കുക. അവിടെ നിന്ന് വീണ്ടും ഉയർന്ന ഗലിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. കൊറാസീം ആ വഴിയിലാണ്, ബാഷാൻ പശുക്കൾ ആ വഴിയിലാണ്, ഗോലാൻ പ്രദേശങ്ങൾ ആ വഴിയിലാണ്. നേരെ അറ്റത്ത് ചെല്ലുമ്പോൾ കിരിയത് ഷ്മോണ, അവിടെ നിന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ ടെൽ ദാനിലെത്തുന്നു. ജഡ്ജസിൻ്റെ കുന്ന് എന്നാണ് അതിന് വിളിക്കുക. അവിടെ നിന്ന് വീണ്ടും 5 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ നമ്മൾ ബാന്യാസിലെത്തും. പഴയ പാനിയാസ്, ഗ്രീക്ക് പാൻ ദൈവത്തിൻ്റെ സ്ഥലം, ഇടയ ദൈവമായിരുന്നു. അവിടെ വലിയൊരു ഗുഹയുണ്ട്. ഈ ഗുഹ ഇരിക്കുന്നത് ഹെർമോൻ മലയുടെ ഈ അറ്റത്തുള്ള ഒരു പാറയിലാണ്. ഇത് പിന്നീട് ഹെറോദോസിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഹെറോദോസ് സീസറിന് വേണ്ടി ഒരു നഗരം പണിയുന്നു, തിബേരിയ സീസറിന് വേണ്ടി. ആ പട്ടണം പിന്നീട് ഹെറോദോസിൻ്റെ മക്കൾക്ക് കിട്ടുമ്പോൾ ഫിലിപ്പിൻ്റേതാകുന്നു. ഫിലിപ്പ് ഇത് തലസ്ഥാന നഗരിയായിട്ട് വളർത്തുന്നു. അങ്ങനെ ഇതിനെ ഫിലിപ്പിൻ്റെ കേസരിയ ഫിലിപ്പി ആയിട്ട് മാറുന്നു. ഇവിടെയാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? സുവിശേഷകന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സുവിശേഷങ്ങളുടെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ കർത്താവ് അടയാളങ്ങളിലൂടെ താൻ ആരാണെന്ന് മനസ്സിലാക്കിക്കാനുള്ള പരിശ്രമമായിരുന്നു. ഇവിടെ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. കർത്താവ് പറഞ്ഞത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണിത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അവിടെ പത്രോസാണ് പുതിയ തലവനാകേണ്ടതെന്നുള്ളതിനുള്ള തെളിവാണ് ലഭിച്ചത്. ഉടനെ കർത്താവ് പറഞ്ഞു, പത്രോസെ നീ കേപ്പയാണ്, പാറയാണ്, പേത്രോസ്. ആ വലിയ ഹെർമോൻ്റെ ചുവട്ടിലുള്ള വലിയ പാറയുടെ മുമ്പിൽ നിന്നാണ് കർത്താവ് പറയുക, നീ പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ അഗസ്റ്റസ് സീസറിന് വേണ്ടി പണിത വലിയ ദേവാലയം, പാൻ ദൈവത്തിൻ്റെ നീക്കെ, ഒത്തിരി ദൈവങ്ങളുടെ അമ്പലങ്ങൾ നിന്നിരുന്ന, ഏറ്റവും അവസാനം ഭൂമി ദേവിയുടെ പോലും അമ്പലങ്ങൾ നിന്നിരുന്ന വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തി ബേർഷവ മുതൽ ദാൻ വരെ, ഈ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പറയുക, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. കർത്താവിൻ്റെ സഭയ്ക്കെതിരെ എന്നും പ്രലോഭനങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ആക്രമണങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും ഒരിക്കലും വിജയം കണ്ടെത്തുകയില്ല. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നിൻ്റെ കയ്യിൽ നൽകിയിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്ന് 6-ാം ദിവസം എത്തിച്ചേരുക താബോർ മലയിലാണ്. രൂപാന്തരീകരണത്തിൻ്റെ മല. ജിസ്രയേൽ താഴ്വരയിൽ സിസ്രായെയും ഗിദയോനെയും ബാറാക്കിനെയും ഒക്കെ ഓർക്കുന്ന, ദേബോറയെ ഓർക്കുന്ന, അല്ലെങ്കിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടമുള്ള
ജിസബേൽ രാജ്ഞിയുടെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുന്ന ജിസ്രയേൽ താഴ്വര, ഇസ്രായേലിൻ്റെ പഴത്തൊട്ടി, ഉത്തമഗീതത്തിൽ പറയുന്ന മുള്ളുകൾക്കിടയിലെ റോസാപുഷ്പം, അത്തിമരങ്ങളും മുന്തിരിത്തോപ്പും ഒക്കെയുള്ള വിളഞ്ഞ ഭൂമി, അതിൻ്റെ നടുക്ക് ഒരു ഒട്ടകം കമിഴ്ന്ന് കിടക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു 558 മീറ്റർ ഉയരമുള്ള താബോർ മല, നിയന്ത്രതൽ മാനും അതിനു മുമ്പുള്ള ക്രോമാഗനൻ്റെ പോലും അസ്ഥികൾ കിട്ടിയിട്ടുള്ള പണ്ടുകാലം മുതൽ ജനവാസമുണ്ടായിരുന്ന മല, ഇസ്രായേലിൻ്റെ നടുക്ക് നോർത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ സ്ട്രാറ്റജിക്കൽ പോയിൻ്റ്, ഇവിടെയാണ് തൻഗ്രേതി കുരിശുദ്ധ കാലഘട്ടത്തിൽ തൻ്റെ ആസ്ഥാനം നിർമ്മിച്ചത്, ഇവിടെ ബെനഡിക്റ്റൻ ആശ്രമം പണിതത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൂടെ വന്ന് രൂപാന്തരീകരണം നടക്കുന്നത് ഏത് മലയിലാണെന്ന് പറഞ്ഞിട്ടില്ല. 3-ാം നൂറ്റാണ്ടിൽ ഒറിജിനാണ് ആദ്യമായിട്ടിത് താബോർ ആയിരിക്കാമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 88-ാം സങ്കീർത്തനത്തിൽ താബോറിനെയും ഹെർമോനെയും ഒരുമിച്ച് വെച്ച് ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നതായിട്ട് പറയുന്നു. കേസരിയ ഫിലിപ്പിയിൽ നിന്ന് 6 ദിവസം നടന്നാൽ എത്താവുന്ന സ്ഥലം. ഈ താബോർ മലയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള പ്രദേശം സാബുലൂണിൻ്റെയും ഇസാക്കറിൻ്റെയും ഭൂമിയുടെ അതിർത്തി. സുന്ദരമായിട്ടുള്ള ഈ ഭൂപ്രദേശത്ത് നിന്നിട്ടാണ് കർത്താവ് സ്വർഗത്തിൻ്റെ മഹത്വം കാണിച്ചുകൊണ്ട് സ്വയം രൂപാന്തരപ്പെടുന്നത്. അവിടെ മോശയും ഏലിയായും കടന്നു വരുന്നു. പഴയ നിയമത്തിലെ നിയമങ്ങളുടെയും പ്രവാചകരുടെയും മധ്യസ്ഥർ. മോശയുടെ കബറിടം ആരും കണ്ടിട്ടില്ല. ഏലിയ സ്വർഗത്തിലേക്ക് അഗ്നിരഥങ്ങളിൽ എടുക്കപ്പെട്ടു. ഇവരാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. കർത്താവിൻ്റെ കടന്നു പോകലിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. പത്രോസ് പറയും, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഇന്ന് നമ്മളവിടെ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് 2 കപ്പേളകൾ. മോശ സീനായ് മലയിൽ നിന്ന് 10 കൽപ്പനകൾ നേടുന്ന കപ്പേള, ഇപ്പുറത്ത് ഏലിയ കർമ്മല മലയിൽ ബലിയർപ്പിക്കുന്ന കപ്പേള. നേരെ പള്ളിയുടെ നടുക്ക് ചെല്ലുമ്പോൾ മുകളിൽ രൂപാന്തരീകരണത്തിൻ്റെ രൂപം സ്വർണ്ണ മുസൈക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു. താഴത്തെ പള്ളിയിൽ ഇതിൻ്റെ അടയാളങ്ങളായ കർത്താവിൻ്റെ ജനനം, വിശുദ്ധ കുർബാന, പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവ ചിത്രീകരിക്കുന്ന മൊസൈക്ക് ചിത്രീകരണങ്ങൾ. ഇവിടെ കർത്താവ് കേസരിയ ഫിലിപ്പിയിൽ താൻ ആരാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം നടത്തുന്നു. ശിഷ്യന്മാർ പരിഭ്രാന്തരാകുന്നു. അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിൻ്റെ ഉയിർപ്പിൻ്റെ ഒരു മുന്നാസ്വാദനം ശിഷ്യന്മാർക്ക് നൽകുന്നു. ശിഷ്യന്മാർക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും അതുകൊണ്ട് തന്നെ കർത്താവ് അവരോട് പറയുന്നു, ഉത്ഥാനത്തിന് ശേഷം മാത്രമേ ഇതേക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാവൂ. നമുക്ക് ദൈവം തരുന്ന അനുഭവങ്ങൾ, സ്വർഗീയമായിട്ടുള്ള മുന്നാസ്വാദനങ്ങൾ വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിച്ച് നിർത്തട്ടെ. കർത്താവിൻ്റെ പുതിയ മാർഗരേഖയിൽ നീ ദൈവപുത്രനായ മിശിഹായാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഏറ്റുപറയുന്നവരാകുവാൻ, അവൻ നയിച്ച വഴിയിലൂടെ നടക്കുന്നവരാകുവാൻ, സ്വർഗത്തിലേക്ക് സ്വയം രൂപാന്തരപ്പെടുന്നവരാകുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.